പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിൻ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും തിരുവചന പഠനത്തിലേക്ക് സ്വാഗതം പറയുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഇന്നലെ പഠിച്ചത് പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ്. ഇൻട്രഡക്ഷൻ ഉള്ള കാര്യം നമ്മൾ പഠിച്ചത്. എന്നാൽ ഇന്ന് പുറപ്പാട് പുസ്തകത്തിൻ്റെ സന്ദർഭങ്ങളും തീമുകളും അതിൻ്റെ സംഘടന ഉള്ള കാര്യങ്ങൾ, അതിൻ്റെ പുതിയ അധ്യായങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, 40 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ പാഠം സന്ദർഭം എന്ന്. പുറപ്പാടിൽ വിഭജിച്ചിരിക്കുന്ന സംഭവങ്ങൾ ഈജിപ്തിലെ സീനായ് ഉപദ്വീപിലുമാണ് നടക്കുന്നത്. മോശയുടെ ജനനത്തിന് മുമ്പ് മുതൽ ഇസ്രായേൽ സീനായ് പർവ്വതം എത്തുന്നത് വരെയുള്ള കാര്യങ്ങളാണ് സന്ദർഭം. ഇതിൻ്റെ പ്രധാനമായ തീമുകൾ എന്ന് പറയുന്നത് തിന്മയുമായുള്ള ദൈവത്തിൻ്റെ ഏറ്റുമുട്ടലും നീതിയും രക്ഷയും കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. തൻ്റെ ജനത്തിനിടയിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആഗ്രഹവും പദ്ധതിയുമാണ്. ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളോട് വിശ്വസ്തയും പലപ്പോഴും വിശ്വാസമില്ലാത്ത ജനതയോടുള്ള പ്രതിബദ്ധതയും ഉടമ്പടി വാഗ്ദാനങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്കും ഏറ്റവും വലിയ ഭീഷണിയായി പാപവും വിഗ്രഹാരാധനയുമാണ്. ഇവിടെ പറയുന്നത് ദൈവം നമ്മുടെ വാഗ്ദത്തങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവസന്നിധി പ്രാപിപ്പാൻ കഴിയാത്തതിന് ഏറ്റവും മുഖ്യമായ കാര്യമെന്ന് പറഞ്ഞാൽ പാപമാണ്. ഒന്ന് ദൈവത്തെ വിട്ട് നാം പലപ്പോഴും അകന്നു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ വാഗ്ദത്തങ്ങളിൽ നമ്മോട് അകലുന്നു. പാപം നാം നമ്മുടെ ജീവിതത്തിൽ ചെറുതോ വലുതോ ആയ പാപങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ ദൈവം നമ്മൾ തരുന്ന അനുഗ്രഹങ്ങൾക്ക് എന്ത് ചെയ്യുക, തടസ്സമുണ്ടാകുന്നു. പുറപ്പാടിൻ്റെ ഘടന 5 വിധത്തിലാണ് തിരിച്ചിരിക്കുന്നത്. ഈ പുറപ്പാട് പുസ്തകം 5 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. 1 തൊട്ട് 15 അധ്യായങ്ങൾ ഈജിപ്തിലെ ഇസ്രായേലിൻ്റെ അടിമത്വവും മോശയോട് ദൈവം ഫറവോനെ നേരിടുന്നതും ഇസ്രായേലിൻ്റെ മോചനം എന്നിവ വിശദമായി പറയുന്നു. 16 തൊട്ട് 40 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേലിൻ്റെ പിറപ്പിറപ്പ്, മത്സരം, സീനായി ഉടമ്പടി എന്നിവയെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ 1 തൊട്ട് 4 വരെയുള്ള അധ്യായങ്ങൾ ഫറവോന്റെ കീഴിൽ ഇസ്രായേലിനെ അടിമത്തം. പുതിയ ഫറവോൻ ഇസ്രായേലിന് ഒരു അനുഗ്രഹമായി കാണുന്നില്ല. വളർന്നു വരുന്ന ഇസ്രായേൽ കുടിയേറ്റ സംഘം തൻ്റെ അധികാരത്തിന് ഭീഷണിയാണെന്ന് കരുതുന്നു. അതിനാൽ ഉൽപ്പത്തി എന്നതുപോലെ മനുഷ്യവർഗം ദൈവത്തിനെതിരെ മത്സരികളാകുന്നു. ഇസ്രായേലിനെ കഠിനമായ അടിമകളാക്കുകയും കഠിനമായ ശാരീരിക ജോലികളെ ഉപയോഗിച്ചും ഫറവോൻ അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് അതിൽ നൈൽ നദിയിലുള്ള എന്ത് ചെയ്യുന്ന ഇസ്രായേൽ ആൺകുട്ടികളെല്ലാം നൈൽ നദിയെ മുക്കിക്കളയുവാൻ എന്ത് ചെയ്യുക, ഉത്തരവിടുമ്പോൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, പാപമായി മാറുന്നു. ഇതുവരെയുള്ള ഏറ്റവും മോശമായൊരു കഥാപാത്രമാണ്, അല്ലെങ്കിൽ കഥാപാത്രം എന്നല്ല, ഒരു രാജാവാണ് ഫറവോൻ. ദൈവത്തിനെതിരായ മനുഷ്യവർഗത്തിന്റെ മത്സരത്തെയാണ് ഈ രാജ്യം എന്ത് ചെയ്യുക, പ്രതീകം. ഇപ്പം ഇസ്രായേൽ ജനം അടിമകളായിപ്പോയി മിസ്രൈമിൻ്റെ മിസ്രൈം ദൈവത്തിനെതിരായിട്ട് നിന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുക, മത്സരിക്കുകയാണ്, ദൈവത്തോട് അവർ മത്സരിക്കുകയാണ്. ഫറവോൻ സ്വന്തം താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നന്മയും തിന്മയും നോക്കാതെ നിരപരാധികളായ കൊച്ചു കുഞ്ഞുങ്ങൾ പാപമില്ലാത്ത കുഞ്ഞുങ്ങളെ കൊല്ലും നല്ലതെന്നായി മാറുന്നു. ഈജിപ്ത് ബാബിലോണേക്കാൾ മോശമായി മാറിയിരിക്കുന്നു. ഫറവോന്റെ ദുഷ്ട ഗൂഢാലോചനയെ തലകീഴായി മാറ്റിക്കൊണ്ടാണ് ഇസ്രായേലിയെ അമ്മ തൻ്റെ മകനെ ഒരു കൊട്ടയെ സംരക്ഷിച്ച് നദിയിൽ എറിയുന്നത്. ഈ കുട്ടി എന്ത് ചെയ്യാണ്, ഈ മോശയാണിത്. മോശ ഫറവോന്റെ കുടുംബത്തിലേക്ക് എത്തുന്നു. ഈ ആൺകുട്ടിയുടെ പേര് മോശ എന്നാണ്. ഒടുവിൽ അവൻ വളർന്ന് ഫറവോനെ പരാജയപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യനായി മാറി. അതിൻ്റെ 5 തൊട്ട് 15 വരെയുള്ള അധ്യായങ്ങൾ നമുക്ക് കാണുമ്പോൾ ഫറവോന് മോശ എന്ന ഇസ്രായേൽ ജനത്തോട് ഫറവോനോട് പറയുന്നുണ്ട്, എൻ്റെ ജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്കണം. പറയുമ്പോൾ കേൾക്കുന്നില്ല. എന്നാൽ എൻ്റെ ദൈവം എന്ത് ചെയ്യുക, മോശയോട് ചില കാര്യങ്ങൾ പറയുന്നു. നീ ഇന്നതൊക്കെ അവിടെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അവിടുന്ന് ദൈവജനത്തെ വിട്ടയക്കും. അതുകൊണ്ട് ചിഹ്ന അടയാളം നീ ചെയ്യണമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, 9 ബാധകളെ മോശയിലൂടെ ദൈവം ചെയ്തു. പക്ഷെ എന്നാൽ എന്ത് ചെയ്തില്ല, മോശയോട് അയച്ച ഈ പ്രവർത്തികൾ കണ്ടിട്ടും ഫറവോന്റെ ഹൃദയം കഠിനമായി വളർന്നു. എന്നിട്ട് ദൈവത്തോട് അവനെ മറുതലിച്ചു എന്നാണ് പറയുന്നത്. 5 ബാധകളുടെ ദൈവം അയക്കുന്നു. അതെല്ലാം ഓരോ ബാധകളെല്ലാം അവിടുത്തെ ഓരോ അന്യദേവന്മാരുടെ
അതിൻ്റെ എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠ അന്യ ദൈവന്മാരെയാണ് പ്രതിഷ്ഠിക്കുന്നത്. അങ്ങനെ ഓരോ തവണയും മോശ എന്ന് തന്നെ താഴ്ത്തി ജനങ്ങളെ വിട്ടയക്കാൻ അവസരം നൽകുമ്പോഴും ബാധയ്ക്ക് ശേഷവും പിന്നെയും എന്ത് ചെയ്യുക, ഈ ഫറവോന്റെ ഹൃദയം എന്ത് ചെയ്യുക, കഠിനമായി കൊണ്ടിരിക്കുകയാണ്. അവൻ ദൈവത്തിന് എന്ത് ചെയ്യുക, വിരോധമായി അവൻ എന്ത് ചെയ്യുകയാണ്. അപ്പം ദൈവത്തിന് മനസ്സിലായി ഇനി മനുഷ്യനുമായിട്ടൊരു എന്ത് ചെയ്യുക, ഒരു പ്രവൃത്തിയോടെ ചെയ്യാണ്. കാരണം മോശയോടെ എന്ത് ചെയ്തു, ദൈവം സകലം ചെയ്യിപ്പിച്ചു. എന്നിട്ടും ഫറവോന്റെ ഹൃദയം എന്ത് ചെയ്യുക, ദുഷ്ടഹൃദയമായി പിന്നെയും കഠിനമായപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇനി ഞാൻ തന്നെ ഇറങ്ങി വരണമെന്ന് മനസ്സിലാക്കിയപ്പോൾ എന്ത് ചെയ്തു, നമുക്കറിയാം. ഹല്ലേലൂയ. ആ ഇസ്രായേൽ ജനത്തിന് കടിഞ്ഞൂൽ സംഹാരം ദൈവം തന്നെ ഇറങ്ങി വന്നു. സ്വന്തം ജനത്തിലെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ച ആ ഫറവോന്റെ കൂടാരത്തിലേക്ക് എന്ത് ചെയ്തു, അവന്റെ തലമുറകളിലെ ചെറിയ ജോലിക്കാര് മുതൽ മിസ്രൈമിലുള്ള സകല കുടുംബങ്ങളിലുമുള്ള ആൺകുട്ടികളെ എന്ത് ചെയ്തു, കടിഞ്ഞൂൽ സംഹാരത്തിലൂടെ ദൈവം നശിപ്പിച്ചു. നോക്കുക, ദൈവത്തിന്റെ ജനത്തിനെതിരായി നിന്നവരെ തിരിച്ച് ദൈവം പ്രതികരിച്ചത് എങ്ങനെയാ? അതുകൊണ്ട് മോശ എന്ത് ചെയ്തു, തിരിച്ചടിക്കാൻ പോകണ്ട. പകരം എന്ത് ചെയ്തു, ദൈവം ചെയ്യേണ്ടതിന് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. ഇത് നമുക്കൊരു പാഠമാണ്. മോശയിലൂടെ ദൈവം ചെയ്യിപ്പിച്ചു. മോശ തൻ്റെ ജനത്തെ വിട്ടയക്കാൻ എന്ത് ചെയ്യുക, അവിടെ എല്ലാം ബാധകളായി. എന്ത് ചെയ്യുക, മോശ അനുസരിക്കുവാൻ ഈ ഫറവോനായി. പക്ഷെ എന്നാൽ ദൈവം ഇറങ്ങി. ഫറവോൻ ഏത് കൽപ്പനയാണോ പുറപ്പെടുവിച്ചത്, അതേ കൽപ്പന, അതേ നാണയത്തിൽ തന്നെ എന്ത് ചെയ്തു, ദൈവം ഫറവോന്റെ കുടുംബത്തിൽ അയച്ചു. കടിഞ്ഞൂലുകൾ അവിടെയുള്ള സകല ചെറിയ ജോലിക്കാരുടെ വലിയവരുടെ ഭവനങ്ങൾ വരെ എന്ത് ചെയ്തു, സംഹാരകന്റെ പ്രവൃത്തികൾ ദൈവം ഇറങ്ങി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് എത്ര വലിയവരാണെങ്കിലും ദൈവം ഒരുവന്റെ കുടുംബത്തിൽ ഇറങ്ങിയാൽ, ദൈവം ഒരു കുടുംബത്തിൽ പ്രവർത്തിക്കാൻ ഇറങ്ങിയാൽ, തൻ്റെ കോപം ദൈവം അയച്ചാൽ, അത് വലിയവനോ ചെറിയവനോ വ്യത്യാസമില്ലാതെ എന്ത് ചെയ്യും, സകലരെയും അത് ബാധിക്കും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു, രാത്രി പെസഹ അവസാനത്തെ ബാധയായ പെസഹ രാത്രി ദൈവം ഫറവോന്റെ മേൽ കാര്യങ്ങളെ മറിച്ചു കളയും. ഫറവോൻ ഇസ്രായേലിന്റെ മക്കളെ കൊന്നതുപോലെ ഈജിപ്തിന്റെ ആദിജാന്മാരെയൊക്കെ എന്ത് ചെയ്യും, കൊല്ലും. എന്നിരുന്നാലും ഫറവോനിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കുഞ്ഞാൻ രക്തത്തിലൂടെ ദൈവം രക്ഷപ്പെടാനുള്ള മാർഗം നൽകി. അങ്ങനെ ഇസ്രായേൽ എന്ത് ചെയ്യുക, പെസഹ എന്ന് പറയുന്ന അതിലേക്ക് എന്ത് ചെയ്യുക, പെസഹ അർപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ തലേ ദിവസം എന്ത് ചെയ്യുക, ഈജിപ്തിൽ വരുന്ന, അതായത് പുറപ്പാട് ദിവസം 12-13 അധ്യായം വായിക്കുമ്പോൾ ഇസ്രായേൽ ഈജിപ്ത് വിടുന്നതിന് തലേ രാത്രി അവർ കുഞ്ഞാടിനെ യാഗം കഴിക്കുകയും അതിന്റെ രക്തം അവരുടെ വീടിന്റെ വാതിലിലും ചട്ടക്കൂടിൽ വരയ്ക്കുകയും ചെയ്തു. ഈജിപ്തിലെ ബാധ വന്നപ്പോൾ കുഞ്ഞാടിന്റെ രക്തം മൂടപ്പെട്ട വീടുകളിൽ കടന്നുപോയി പുത്രന്മാർ രക്ഷപ്പെടും. അതിനുശേഷം എല്ലാ വർഷവും ദൈവത്തിന്റെ നീതിയും കരുണയും ഓർമ്മിക്കാൻ, ആഘോഷിക്കാൻ ഇസ്രായേൽ ഈ രാത്രി വീണ്ടും എന്ത് ചെയ്യുക, അവരെന്ത് ചെയ്തിട്ടുണ്ട്, പെസഹ അവരെ ആചരിച്ചിട്ടുണ്ട് എന്ന് കാണുവാൻ കഴിയും. നോക്കുക, ദൈവം ഇറങ്ങി എന്ത് ചെയ്തു, തൻ്റെ ജനത്തെ എന്ത് ചെയ്തു, വിടുവിച്ചു. ദൈവം തൻ്റെ ജനത്തെ ഇറങ്ങി വിടുവിച്ചപ്പോൾ എന്ത് ചെയ്തു, ഒരാൾക്കും എന്ത് ചെയ്തില്ല, എതിർക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, പുറപ്പാട് പുസ്തകം ദൈവം തന്നെ ജനത്തെ വീണ്ടെടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു തരത്തിൽ നാം നോക്കുകയാണെങ്കിൽ ഒരു ഇസ്രായേൽ ജനം മുഴുവൻ അടിമകളായി ഒരു സ്ഥലത്ത് ആയി. നമുക്ക് യോസഫിന്റെ കാലഘട്ടം അവിടെ ചെല്ലുന്നത്. എന്നാൽ അവിടെ നിന്ന് ഇവർ പുറത്തു വരാൻ പരിശ്രമിച്ചിട്ടുണ്ടാകാം, ഇവർ തീരുമാനം. പക്ഷെ എന്നാൽ എന്ത് ചെയ്യുക, അവിടെ നിന്ന് അവരെ വിട്ടയക്കുവാൻ ഈ ഫറവോന് മനസ്സിലായില്ല. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു, അവരെ അടിമകളാക്കി. ദൈവത്തിന്റെ സ്വന്തം ജനത്തെ കഷ്ടപ്പെടുത്തിയ ദൈവം കാണത്തില്ലെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകൾ ദൈവം അനുവദിക്കുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കുക, ഇസ്രായേൽ ജനത്തിനെ പുറത്തു കൊണ്ട് ദൈവമാണ്. ഇസ്രായേൽ ജനം എന്തുകൊണ്ടാണ് ഇതിലെ ഇത്രമാത്രം കഷ്ടത കടന്നു പോയി ചോദിച്ചാൽ അവരുടെ ആചാരങ്ങൾ, അവർ ദൈവത്തിനോട് കൊടുക്കേണ്ട കൽപ്പനകളും നിയമങ്ങളും അവരെന്ത് ചെയ്തില്ല. പലപ്പോഴും ചെയ്യാതെ പോകുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ചെറിയ പാപങ്ങൾ പക്ഷേ പാപത്തിന്റെ പരിണിത ഫലങ്ങൾ കടന്നു വരുന്നത്. തിരുവചനം അങ്ങനെയാണ് പറയുന്നത്. ഇസ്രായേൽ എന്നാണോ ദൈവത്തെ ആരാധിക്കാൻ അന്യവിഗ്രഹങ്ങളുടെ പുറകെ പോയോ അന്ന് അവർ കഷ്ടപ്പാടിൽ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ 4 പ്രാവശ്യം പ്രവാസികളായി പോയത്. നമുക്കറിയാം, പ്രവാസികൾ എക്സൈൽ പീരീഡിനെ കുറിച്ചൊക്കെ നമുക്ക് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇവർ പ്രവാസികളായി പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണമാണ് ദൈവത്തെ ഇവർ മറന്നു കളഞ്ഞവർ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ തിരുവചനം പഠിക്കുന്ന പ്രിയപ്പെട്ട എനിക്ക് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ
ഏത് അവസ്ഥകൾ കടന്നു വന്നോട്ടെ, പക്ഷെ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. ദൈവത്തിൽ ഒന്നുകൂടെ പ്രത്യാശ വെച്ച് നിങ്ങൾ ജീവിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ന്യായാധിപതിയായി, നിങ്ങൾക്ക് വേണ്ടി ന്യായം ചെയ്യുന്നവനായി കർത്താവ് നിങ്ങളുടെ ചുറ്റും ഇറങ്ങി വരും. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഈ പഠനം നിങ്ങളുടെ ചുറ്റും അനുഗ്രഹമെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ എന്നെ അറിയിക്കുക. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ആമേൻ.